ഈ പെണ്ണിന്റെ കാർ പെട്ടെന്ന് ഒരു റോബോട്ടായി മാറി. അതുകൊണ്ട് അവിടെയുള്ള മണ്ണെല്ലാം അവളുടെ കണ്ണിലേക്ക് മാറി. പെട്ടെന്ന് റോബോട്ട് അവളുടെ മേലെയുള്ള മണ്ണെല്ലാം തട്ടിവിട്ടു. അതിനുശേഷം ആ പെണ്ണും റോബോട്ടിന്റെ അടുത്ത് ഇവിടേക്ക് മനുഷ്യർ ആരെങ്കിലും വന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഓക്കെ എല്ലാവരും പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതും പഴയ പോലെ തന്നെ ആ കാറ് റോബോട്ടായി മാറി. ഈ പെണ്ണും ആ റോബോട്ടിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ വരുന്നത് പോലെ ആക്ട് ചെയ്ത് ഓടിപ്പോയി അവിടെയുള്ള ഒരു പാറയുടെ പിന്നിൽ പോയി ഒളിച്ചു നിന്നു. അവിടെ നിന്ന് ഏന്തി നോക്കുമ്പോൾ ആ റോബോട്ട് അതിന്റെ ഷേപ്പ് മാറ്റി കാറായി മാറാതെ അതേപോലെ ഒളിച്ചു നിൽക്കുകയാണ്. ഈ കാറിന് അവൾ ബംബിൾ ബി എന്ന് പേരിട്ടു. എന്നല്ല ഒരു ഭീമാകാരനായ റോബോട്ടാണെങ്കിലും ആൾക്ക് കുട്ടിയുടെ മനസ്സാണ്. ഇങ്ങനെ ഒരു ദിവസം ഹീറോയുടെ എനിമി ഒരുത്തി വന്ന് നമ്മുടെ ബംബിൾ ബിയെ കണ്ടിട്ട് ഈ കാർ എടുത്ത് ജങ്ക്യാർഡിൽ സമയമായി എന്ന് പറഞ്ഞു പോയി. അതുകൊണ്ട് അവർ അന്ന് രാത്രി തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പെണ്ണിന്റെ കാറിന്റെ മേലെ മുട്ട എടുത്ത് എറിയാൻ തുടങ്ങി. അത് കണ്ട നമ്മുടെ ബംബിൾ ബി ഈ ഫുള്ള് മുട്ടയും കൊണ്ടുപോയിട്ട് പൊട്ടിച്ച് ആ കാറിൽ ഫുള്ള് തേച്ച് വാരി വിതറി. അവസാനം കാറിന്റെ മേലെ കയറി നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ആ കാർ കണ്ട് ചവിട്ടി കൂട്ടിയിട്ടു. പെട്ടെന്ന് ആ കാറിൽ അലാറം അടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ പെണ്ണ് പുറത്തു വരുന്നത് കണ്ടതും രണ്ടുപേരും ഓടിപ്പോയി ഒരു സ്ഥലത്ത് പോയി ഒളിച്ചു നിന്നു. അത് കണ്ട റോബോട്ടും ആ കാറ് തന്നെ മറിച്ചിട്ട് അതിന്റെ പിന്നിൽ പോയി ഒളിച്ചു നിന്നു. അതിനുശേഷം ഹീറോയിൻ എണീച്ചു നിന്ന് കയ്യിൽ സിഗ്നൽ കൊടുത്തപ്പോൾ പെട്ടെന്ന് അത് കാറായി മാറി രണ്ടുപേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുപോയി. അവളെ ആ കാറിന്റെ മോഡലിന്റെ പേരിൽ എല്ലാവരും കളിയാക്കുന്നത് കണ്ടതും ആ റോബോട്ട് ഒരു ഷവറിലെ കമാറോ ആയി മാറി.